तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। आबू का तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। दुनिया की नौका, दुनिया की नौका लगा दूं किनारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना। ओम शांति। ഇന്ന് നമുക്ക് ഗംഗേദാദിയുടെ ജീവിതാനുഭവങ്ങളെ തുടർന്ന് കേൾക്കാം. ഇന്നലത്തെ ലാസ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ദാദിയെ വീണ്ടും അച്ഛൻ അടിച്ച് നിലത്തിട്ട് ബോധം കെട്ട് വീണ്ടും ആൺകുട്ടികളോട് പറഞ്ഞ് നിലവറയിലേക്ക് അടച്ചു. അപ്പോൾ ദാദിജിക്ക്, ദാദി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ദാദിയാണ്, പക്ഷെ ആ സമയത്ത് ഓർമ്മിക്കണം കൗമാരപ്രായത്തിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ. അപ്പോൾ ദാദിജിക്ക് ഒരു കവിത ഓർമ്മ വന്നു. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കവിത. ഭാരത സ്ത്രീകളുടെ സഹനശീലതയെ പ്രകീർത്തിക്കുന്ന ഒരു കവിത ഓർമ്മ വന്നു. നിലവറയുടെ ഇരുട്ടിലേക്ക് വീണ്ടും വലിച്ചിഴച്ചുകൊണ്ടുപോയ ആ കുട്ടിയുടെ വായിൽ നിന്ന് മൃദുസ്വരത്തിൽ ആ കവിതയിലെ ഏതാനും വരികൾ പുറത്തേക്ക് വന്നു. അപ്പം ദാദി ഇങ്ങനെ പാടി: വിലപ്പെട്ടവർ ഈ ഭാരത സ്ത്രീകൾ നേരിടുന്നല്ലോ ഈ വിഷമഘട്ടങ്ങളൊക്കെയും, ചുമക്കുന്ന ഭാരങ്ങളൊക്കെയും ഭൂമിയെപ്പോലെ ക്ഷമിക്കും. അങ്ങനെ ആ കവിത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. വീണ്ടും കുട്ടിയെ തടവറയിൽ ബന്ധിച്ചു. ഇപ്രാവശ്യം 2 മാസം അടച്ചിട്ടു. ജീവൻ നിലനിൽക്കാൻ അത്യാവശ്യമായ ആഹാരങ്ങൾ മാത്രം നൽകി. ദിവസവും പീഡനങ്ങളും ശകാരവർഷവും നേരിടേണ്ടി വന്നു. ഒടുവിൽ കുട്ടിയുടെ മൂത്ത സഹോദരി ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചെത്തി. വളരെ വർഷങ്ങളായി ഇംഗ്ലണ്ടിൽ പഠിക്കുകയായിരുന്നു ആ കുട്ടി. വീട്ടിൽ വന്ന് കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. സ്വന്തം അനിയത്തിയെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത്. അനുജത്തിയെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കാൻ അവരാവശ്യപ്പെട്ടു.
അങ്ങനെ കുട്ടിയെ മോചിതയാക്കിയെങ്കിലും കുടുംബാംഗങ്ങളുടെ ശകാരവർഷം തുടർന്നുകൊണ്ടിരുന്നു. ഭാരതീയർ അനുവർത്തിച്ചിരുന്ന മറ്റൊരു മതപരമായ ചടങ്ങിൻ്റെ രഹസ്യവും അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി. ഭക്തർ ഇവരിങ്ങനെ ഓരോ ഉപദ്രവങ്ങൾ ചെയ്യുമ്പോഴും ദാദിക്ക് ഭക്തിയിലെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. ഭക്തർ ദേവതകളുടെ മനോഹരമായ വിഗ്രഹങ്ങളുണ്ടാക്കി കുറച്ച് ദിവസം പൂജകൾ നടത്തുമല്ലോ. പിന്നീട് അവയെ സമുദ്രത്തിലോ നദികളിലോ കൊണ്ടുപോയി താഴ്ത്തിക്കളയും. പവിത്രതയെ മനുഷ്യൻ ബഹുമാനിക്കും. പക്ഷേ അത് പാലിക്കേണ്ടി വരുമ്പോൾ അതവർ ഇഷ്ടപ്പെടുന്നില്ല. പവിത്രത നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ തങ്ങൾക്ക് പവിത്രമായി ജീവിക്കാൻ വയ്യ. പവിത്രതയുടെ സത്യമായ മുഖം കാണാനുള്ള കരുത്തില്ലാതെ അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ മനോഹര വിഗ്രഹങ്ങൾ വെള്ളത്തിൽ മുക്കിക്കളയുന്നതെന്ന് മനസ്സിലായി. ചരിത്രം പരിശോധിച്ചാൽ ഈ വക കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സന്യാസ ധർമ്മസ്ഥാപകനായ ശങ്കരാചാര്യർക്ക് വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പല യുക്തികളും പ്രയോഗിക്കേണ്ടി വന്നു. ശങ്കരാചാര്യരുടെ ജീവചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു കൗശലം പ്രയോഗിച്ച് മാത്രമാണ് പവിത്രമായിരിക്കാനുള്ള അനുവാദം അദ്ദേഹം സ്വന്തം മാതാവിൽ നിന്ന് നേടിയെടുത്തത്. ഒരു ദിവസം മാതാവ് നദിക്കരയിലിരിക്കുമ്പോൾ നദിയിൽ കുളിക്കാനിറങ്ങിയ ശങ്കരാചാര്യർ തൻ്റെ കാൽ ഒരു മുതല കടിച്ച് തന്നെ താഴേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. ഇത് കേട്ട അമ്മ കുട്ടിയെ രക്ഷിക്കണേ എന്ന് ഈശ്വരനോട് കേണപേക്ഷിച്ചു. ഇത് അദ്ദേഹം ഒരു യുക്തി ഉപയോഗിച്ചതാണ് അമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അമ്മേ, ഈശ്വരൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നു. ഈശ്വരൻ പറയുകയാണ്, അമ്മ എന്നെ പവിത്രമായി ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം എന്നെ രക്ഷിക്കുകയുള്ളൂ. സന്യാസത്തിന് എന്നെ അമ്മ അനുവദിച്ചാൽ മുതലയുടെ വായിൽ നിന്ന് ഭഗവാൻ എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കുട്ടി. അമ്മ വേഗം പറയൂ, എന്നാലേ ഈ മുതല എന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ തീർച്ചയായും സമ്മതിച്ചു. അങ്ങനെയാണ് ശങ്കരാചാര്യർ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൊട്ടാരവും രാജകീയ സുഖജീവിതവും ഉപേക്ഷിക്കാതിരിക്കാൻ ഗൗതമ ബുദ്ധൻ്റെ മേലും വളരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ പിതാവിൻ്റെ പ്രേരണകൾക്കൊന്നും തന്നെ മകൻ്റെ ആധ്യാത്മിക ജീവിത വിധിയെ തടയാനായില്ല. പണ്ടേ പറഞ്ഞിരുന്നുവല്ലോ, ഈ കുട്ടി ദുഃഖം കാണാനിടയായാൽ കൊട്ടാരം വിടും, സന്യാസിയാക്കും. ഒരു ദിവസം ഗൗതമൻ താനേ കൊട്ടാരം വിട്ടുപോയി. പിന്നെ ഒരിക്കലും തിരിച്ച് എത്തിയതുമില്ല. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? നമുക്ക് ഓരോരുത്തർക്കും ഡ്രാമയിൽ എന്താണോ പാർട്ടുള്ളത്, ആ സമയമാകുമ്പോൾ നമുക്ക് ആ പാർട്ട് അഭിനയിക്കേണ്ടി വരും. അതിനെന്തെല്ലാം തടസ്സങ്ങളും വിഘ്നങ്ങളും ആരെല്ലാം പറയില്ലേ, കല്ലറ കെട്ടി അതിൻ്റെ ഉള്ളിലിരുത്തിയാലും നമുക്ക് ആ പാർട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. എന്താണോ പാർട്ട്, ആ പാർട്ട് നമ്മൾ അഭിനയിച്ചിരിക്കും. നമ്മൾ മനഃപൂർവ്വം അല്ലല്ലോ എനിക്കൊരു ബ്രഹ്മകുമാരിയാകണം, ബ്രഹ്മകുമാരനാകണം, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് എത്തണം എന്നൊന്നും നമ്മൾ പ്രീ പ്ലാൻ ചെയ്തല്ലല്ലോ ബാബയുടെ അടുത്ത് എത്തിയത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. അപ്പം നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഡ്രാമ നമ്മളെ ബാബയുടെ അടുത്ത് എത്തിച്ചതെന്ന്. ഡ്രാമയിൽ നമുക്ക് പാർട്ടുണ്ടായിരുന്നു, അതേ പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എത്തിയതാണ് അല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം വീട്ടിൽ ഇരിക്കാനേ കഴിഞ്ഞില്ല. ഒരു സൂട്ട് കേസ് പോലും എടുക്കാതെ വെറും കൈയോടെ വീട് വിട്ടിറങ്ങി ബാബയുടെ അടുത്തെത്തി. ബാബ തീർച്ചയായും ഈ ഒളിച്ചോട്ടം
പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഈ കുട്ടിയുടെ പ്രത്യേക പരിതസ്ഥിതിയിൽ കുട്ടിയെ തിരികെ പറഞ്ഞയക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്താ കാര്യം? അല്ല, ദാദിയുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ന്യൂസുകളും ബാബയുടെ അടുത്ത് എത്തുന്നുണ്ടായിരുന്നു. വീട്ടിലനുഭവിച്ച ഈ കൊടും ക്രൂരതകൾ, പീഡനങ്ങൾ. ബാബ ആ കുഞ്ഞിന് അഭയം കൊടുത്തു. ധീരനായികയായി ബാബ സ്വാഗതം ചെയ്തു. കാരണം ഇത്രയും കാലം ഇതെല്ലാം പിടിച്ചു നിന്നില്ലേ. സ്വമേധയാ ഇങ്ങനെ പല പെൺകുട്ടികളും ഓം മണ്ഡലിയിൽ എത്തി. നിവർത്തികേടുകൊണ്ട് അവർക്ക് വീട് വിടേണ്ടി വന്നു. കാമഭ്രാന്തരായ ഭർത്താക്കന്മാരാൽ അടിച്ചു പുറത്താക്കപ്പെട്ടവരായിരുന്നു അവരിൽ പലരും. ബാബ എല്ലാവരെയും തൻ്റെ ചിറകുകൾക്കുള്ളിൽ സ്വീകരിച്ചു. അവർക്ക് സംരക്ഷണവും സമാധാനവും ലഭിച്ചു. ഈശ്വരീയ കുടുംബത്തിൽ എത്തിച്ചേർന്ന അവർ തങ്ങളുടെ യഥാർത്ഥ കുടുംബത്തിൽ ബന്ധുക്കളുടെ അടുത്ത് എത്തിച്ചേർന്നു. പഴമൊഴി പറയുന്നത് പോലെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട് ഒരേയൊരു ആശ്രയം, ഒരേയൊരു കൂട്ടുകാരൻ. ബാബ പറയില്ലേ, ഏക് ബൽ ഏക് ഭരോസ. ഒരു ബലം, ഒരു വിശ്വാസം. ഈശ്വരൻ മാത്രമാണല്ലോ ആ ഒന്ന്. ശിവബാബ ഈ തത്വം പ്രത്യക്ഷത്തിൽ കാണിക്കുകയായിരുന്നു ഇവരുടെ എല്ലാം ജീവിതത്തിൽ. ഒരു ബാബ മാത്രമേ ഉള്ളൂ ആശ്രയമെന്ന്. അങ്ങനെ അവരവസാനം ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്നു. ഇതോടുകൂടിയൊന്നും കഴിഞ്ഞില്ല ഓം മണ്ഡലിക്കാരുടെ ഉപദ്രവങ്ങൾ. വീണ്ടും തുടരുകയാണ്. അടുത്ത ഭാഗം അഗ്നി, തീ കത്തുന്നത് നമ്മൾ കാണുകയാണ്. ഈ സൃഷ്ടിചക്രം ഒരു ചലച്ചിത്രത്തിൻ്റെ റീലുകൾ കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഒരു കറക്കം പൂർത്തിയാക്കാൻ കുറച്ച് ഭാഗം ജഗദീഷ് ഭായ് ബാബയുടെ ജ്ഞാനം നമ്മുടെ മുന്നിൽ ഒന്ന് ഷോർട്ടായിട്ട് അനാവരണം ചെയ്യാണ്. ഈ സൃഷ്ടിചക്രം ഒരു ചലച്ചിത്രത്തിൻ്റെ റീലുകൾ കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കറക്കം പൂർത്തിയാക്കാൻ 5000 വർഷമെടുക്കുന്നു. നമ്മൾ ആത്മാക്കൾ അതിലെ അഭിനേതാക്കളും അതേസമയം കാഴ്ചക്കാരുമാണ്. ഈ ഡ്രാമയിൽ നമുക്ക് പാർട്ട് അഭിനയിക്കുകയും വേണം, നമ്മുടെയും മറ്റുള്ളവരുടെയും പാർട്ടിനെ സാക്ഷിയായി കാണുകയും വേണം. 4 ഭാഗങ്ങളാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. കഥ തുടങ്ങുന്നത് വളരെ സുഖത്തിലും സന്തോഷത്തിലും, എവിടെ? സത്യത്രേതയുഗത്തിൽ. അവസാനിക്കുന്നത് വളരെയധികം ദുഃഖത്തിൽ. സുന്ദര സ്വപ്നങ്ങളുടെ എല്ലാം സാക്ഷാത്കാരം എന്ന പോലെ ഒരത്ഭുത ലോകമായിട്ടാണ് ജീവിത നാടകം ആരംഭിച്ചത്. സ്വർണത്തിൻ്റെയും രത്നത്തിൻ്റെയും കോട്ട കൊത്തളങ്ങളോടു കൂടിയ സൗധങ്ങൾ, എങ്ങും മനോഹരമായ പൂന്തോട്ടങ്ങൾ. സത്യയുഗത്തിൻ്റെ വർണ്ണന. ഉത്സാഹവും ഉണർവും നിറഞ്ഞ അന്തരീക്ഷം കാണുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നതിനോടൊപ്പം എവിടെയും കളിയും ചിരിയും മാത്രം. കേട്ടുകേൾവിക്കപ്പുറമായിരിക്കും അവിടുത്തെ രാജകീയതയും ശ്രേഷ്ഠതയും. പവിത്രമായ മനുഷ്യരുടെ ഒരു ലോകമാണത്. വികാരങ്ങളുടെ അംശം പോലും ഇല്ലാത്ത നിഷ്കളങ്കരുടെ ഒരു ലോകം. അതിനെയാണ് സ്വർണ്ണിമയുഗം എന്ന് പറയുന്നത്. തുടക്കത്തിൽ ജനസംഖ്യ വളരെ കുറവ്. എത്ര? 10 ലക്ഷത്തിന് താഴെ മാത്രമേ ഈ ഭൂമുഖത്തന്ന് ജനസംഖ്യയുള്ളൂ. ബാബ പറയാറില്ലേ 9 ലക്ഷം. മുഴുവൻ ലോകവും നമ്മുടെ അധീനതയിലായിരിക്കും. വളരെയധികം വർഷം ജീവിക്കുന്ന ഓരോ ആൾക്കും
ഒരു നിമിഷത്തേക്ക് പോലും എന്തെങ്കിലും അസുഖമോ അസന്തുഷ്ടിയോ ഉണ്ടാകില്ല. ആയുസ് കൂടുതലാണ്, 150 വയസ്സ് വരെ ആയുസ്സാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലും ആർക്കും അസുഖവും വരില്ല, ജീവിതത്തിൽ അസന്തുഷ്ടതയുമില്ല. 180ഓളം വർഷം ഒരു ശരീരത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ ശരീരം വിട്ടുപോകുമ്പോൾ, മരിക്കുമ്പോൾ വീണ്ടും കിട്ടാൻ പോകുന്ന സന്തോഷം നിറഞ്ഞ ജീവിതത്തിൻ്റെ ദർശനം ഉണ്ടാകും. അടുത്ത എവിടേക്കാണ് ഞാൻ പോകാൻ പോകണമെന്ന അറിവോടെയാണ് പോണേ, ദർശനത്തോടെ. വളരെ സമാധാനത്തോടെ പോയി പുതിയ ശരീരം എടുക്കാൻ വേണ്ടി ആ പഴയ ശരീരം വിടും. മരിക്കുന്നത് സന്തോഷത്തോടെയാണ്. കാലചക്രം തിരിയുന്നതിനോടൊപ്പം ജനസംഖ്യ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. ഭൂമുഖവും അതിൻ്റെ പുതുമയിൽ നിന്ന് അല്പാൽപ്പം പഴമയിലേക്ക് തിരിയും. സത്യയുഗം കഴിയുമ്പോഴേക്കും സൂര്യവംശം, സത്യയുഗത്തിലാണ് സൂര്യവംശകുലം എന്ന് അറിയപ്പെട്ടത്. സൂര്യ തേജസ് പോലെ പൂർണ്ണതയാണ്. പിന്നെ ചന്ദ്രവംശം, ത്രേതായുഗം മുതൽ ആത്മാവിൻ്റെ കല അല്പം കുറയും. ലക്ഷ്മി നാരായണന്മാരുടെ സ്ഥാനം ശ്രീരാമനും ശ്രീ സീതയും ഏറ്റെടുക്കും. ശ്രീലക്ഷ്മി ശ്രീ നാരായണന്മാരുടെ 8 തലമുറ, സത്യയുഗത്തിൽ 8 തലമുറയാണ്. സൂര്യവംശത്തിൽ മാറി മാറി രാജ്യം ഭരിക്കും. അങ്ങനെ 8 തലമുറകളുടെ 1250 വർഷത്തെ പ്രശാന്ത സുന്ദരമായ ഭരണം, അതായത് സ്വർണിമയുഗം പര്യവസാനിക്കുകയും ചന്ദ്രവംശം, അതായത് ശരിക്കും ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ ബാബ പറയില്ലേ, സത്യയുഗത്തെയാണ് ഗോൾഡൻ ഏജ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഗോൾഡ് മാറി എന്താകും, സിൽവറാകും. സിൽവർ ഏജ് ആരംഭിക്കും, ചന്ദ്രവംശം. അതിനെയാണ് രജതയുഗം എന്ന് പറയാം. ഇതിനകം സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വളരെയധികം വർദ്ധിക്കും. എങ്കിലും അഖണ്ഡതയ്ക്കൊരു ഭംഗവും നേരിടില്ല. അഖണ്ഡത അപ്പോഴും ഉണ്ടാവും. ഒട്ടനവധി ചെറു രാജ്യങ്ങൾ സാമ്രാജ്യത്തിൽ പെടുമെങ്കിലും സത്യയുഗത്തിനേക്കാൾ കുറച്ചുകൂടെ വിസ്തൃതി ഉണ്ടാവും ത്രേതായുഗമാകുമ്പോൾ. എല്ലാ രാജാക്കന്മാരും പരമാധികാരിയായ ചക്രവർത്തിയോട്, രാജ്യവിസ്തൃതിയുണ്ട്, ചെറിയ ചെറിയ രാജ്യങ്ങളും രാജാക്കന്മാരും ഉണ്ടാവും. പക്ഷേ ടോട്ടൽ രാജ്യത്തിൽ ഒരു പരമാധികാരിയായ ചക്രവർത്തി, ശ്രീരാമൻ ശ്രീ സീതയുടെ ചന്ദ്രവംശകുലത്തിലെ ചക്രവർത്തി ഭരണം തന്നെയാണ് അവിടെയും. പരമാധികാരിയായ ചക്രവർത്തിയോട് പരിപൂർണ ഭക്തിയും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. ത്രേതായുഗത്തിൽ എല്ലാവരും സന്തുഷ്ടരായിരിക്കും. യുദ്ധത്തിൻ്റെയോ ശത്രുതയുടെയോ രോഗങ്ങളുടെയോ നിർഭാഗ്യത്തിൻ്റെയോ പേരും ഉണ്ടാവില്ല അവിടെ ത്രേതായുഗത്തിൽ. പക്ഷേ ലോകം കുറച്ച് പഴയതാകും, കുറച്ച് അരക്കൽപ്പം പൂർത്തിയാക്കല്ലേ. പകുതി സമയം നാടകത്തിൻ്റെ 1ഉം 2ഉം ഭാഗം കഴിയാറാകുമ്പോഴേക്കും പകുതി കൽപ്പം പൂർത്തിയാകുന്നതോടെ നാടകശാല കുറച്ച് പഴയതാകും. പവിത്രതയുടെ അംശം ലേശം കുറവ് സംഭവിക്കും പവിത്രതയിൽ. ഗംഭീരവും അതേസമയം ആഡംബരം നിറഞ്ഞതുമായ ഒരു നൃത്തശില്പത്തിൻ്റെ രംഗങ്ങൾ സാവധാനം മാറി മാറി വരുന്നത് പോലെ ഉല്ലാസം നിറഞ്ഞ 12 ജന്മങ്ങൾ കടന്നുപോകും. ത്രേതായുഗത്തിൽ 12 ജന്മം. കാലചക്രത്തിൽ 1250 വർഷവും കൂടി പിന്തള്ളും. ഇപ്പോൾ ടോട്ടൽ എത്രയും അല്ല 2500 വർഷം സത്യയുഗം ത്രേതായുഗം കൂടി ചേർന്ന് കടന്നു. അപ്രതീക്ഷിതമായി അപ്പോൾ ചിലത് സംഭവിക്കും ത്രേതായുഗത്തിൻ്റെ ഒടുവിൽ. അപ്പോൾ ആത്മാക്കളായ നമ്മുടെ തിളക്കവും ദിവ്യതയും നഷ്ടപ്പെടാൻ തുടങ്ങി. എങ്ങനെ? ശാരീരികമായി തമ്മിൽ ആകർഷിക്കപ്പെടുന്നു. ശാരീരിക ആകർഷണം തുടങ്ങി. അനശ്വരമായ ആത്മാക്കളാണ് നാം എന്ന സത്യം മറന്ന് നമ്മുടെ ആ പ്രജ്ഞ, ബോധം നഷ്ടപ്പെടുകയാണ്. ആത്മബോധം അധർമ്മത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. ദേവതകൾ വാമമാർഗ ആചാരികളായി. അപ്പോൾ പ്രപഞ്ചത്തിൽ പ്രചണ്ഡമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി.
ആത്മാവ് അധപ്പതിച്ചപ്പോൾ പ്രകൃതിയിലും മാറ്റമുണ്ടായി. ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം ഇവയെല്ലാം മൂലം രാജധാനികൾ മുഴുവൻ നശിക്കും. അതിൻ്റെ അംശം പോലും ഉണ്ടാവില്ല. സത്യത്രേതായുഗത്തിൻ്റെ ആ ദൈവിക രാജധാനിയുടെ അംശം പോലും ഇല്ലാതാകാൻ തുടങ്ങി. ദ്വാപരയുഗത്തിൻ്റെ ആരംഭത്തിൽ, ത്രേതായുഗത്തിൻ്റെ അവസാനം ഉണ്ടാകുന്ന ഈ വലിയ മാറ്റത്തിൽ, ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ആളുകൾ ചിന്നിച്ചിതറും. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനും പുതിയ രാജധാനികൾ കെട്ടിപ്പടുക്കാനും വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അപ്പോൾ എന്നാലും പഴയ ആ പ്രൗഢിയും മോടിയും ഒന്നും ഒരിക്കലും കൈവരില്ല. സത്യത്രേതായുഗത്തിലുണ്ടായിരുന്ന പ്രൗഢി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ബുദ്ധിശക്തിയും അറിവും പവിത്രതയും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഈ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം പശ്ചാത്താപ വിവശ്യരുമാകും. ഇതിൻ്റെ പശ്ചാത്താപം എവിടെയോ തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതായി അനുഭവപ്പെടാൻ തുടങ്ങും. ഇതെങ്ങനെ വീണ്ടും ശരിയാക്കും? എന്തോ നമുക്ക് മിസ്സായി, എന്തെല്ലാമോ വലിയ നഷ്ടമുണ്ടായി. പക്ഷെ എന്താ നഷ്ടപ്പെട്ടതെന്നോ അതെങ്ങനെ വീണ്ടെടുക്കുമെന്നോ ചിന്ത തുടങ്ങി. അബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ് കിടക്കുന്ന ഓർമ്മകൾ, അബോധ മനസ്സിലെ ഓർമ്മകൾ ദൈവലോക സ്ഥാപകനായ ആ പരമാത്മാവിൽ, പരംപിതാവിൽ എത്തും. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബോധം മറഞ്ഞു കിടന്നതാ. അൺകോൺഷ്യസ് അബോധാവസ്ഥയിൽ കിടന്ന ഈശ്വരൻ്റെ ഓർമ്മ പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. നിരാകാരനായ ശിവപരമാത്മാവിൽ, പരമാത്മാവിൻ്റെ ഓർമ്മ വരാൻ തുടങ്ങി. ശിവപരമാത്മാവിൻ്റെ ആ ഓർമ്മയിൽ ക്ഷേത്രം ഉണ്ടാക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ വേണ്ടി ഭഗവാനെ ഓർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന്റെ ജ്യോതിരൂപ ഓർമ്മ വരാൻ തുടങ്ങി. ജ്യോതിസിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, പ്രകാശത്തെ പ്രതിഷ്ഠിക്കാനായി ശിവലിംഗങ്ങൾ, ജ്യോതിർലിംഗങ്ങൾ ഉണ്ടാക്കി, പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ട്. ആ ശക്തിയെ ഭയഭക്തി പുരസ്കാരം ക്ഷണിക്കാൻ തുടങ്ങി. ഭയഭക്തിയായിരുന്നു. ആ ഭയഭക്തി പുരസ്സരം ക്ഷണിക്കാൻ തുടങ്ങി. വരൂ ഭഗവാനെ, വരൂ, വന്ന് വീണ്ടും ആ സ്വർഗം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരൂ. എന്നാൽ ശരീരമില്ലാത്ത ആ ചൈതന്യത്തെ നമുക്ക് ഓർമ്മിക്കാനാവില്ല. ദേഹമില്ലല്ലോ ഭഗവാന്. ജ്യോതിയെ ഓർമ്മിക്കാനും കഴിയുന്നില്ല. കാരണം മനുഷ്യൻ സ്വയം ദേഹബോധത്തിൽ വന്നപ്പോൾ ദേഹമില്ലാത്ത ആളെ, പരമ്പൊരുളിനെ ഓർമ്മിക്കാൻ പറ്റണില്ല. തന്മൂലം ദേവതകളായ ലക്ഷ്മി നാരായണന്മാർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയാൻ തുടങ്ങി. ഭഗവാനെ സ്മരിക്കാൻ ദേവീദേവതകളുടെ ക്ഷേത്രം പണിയാൻ തുടങ്ങി. അതിനുശേഷം രാമസീതയ്ക്കും ക്ഷേത്രമുണ്ടാക്കി. പിന്നീട് വളരെയധികം ദേവതകളുടെ പേരിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ആ വിഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മുടെ പഴയ അവസ്ഥയുടെ പ്രതിബിംബങ്ങളാണെന്ന് നാം മറന്നു. സത്യത്രേതായുഗത്തിൽ നമ്മളാണ് ജീവിച്ചിരുന്നതെന്നേ മറന്നുപോയി. കാലം കഴിയും തോറും പൂജകളും തരം താണു വന്നു. ഇതിനെ താമ്രയുഗം എന്ന് പറയാൻ തുടങ്ങി. ഗോൾഡൻ, സിൽവർ, പിന്നെ കോപ്പറേജ്, ദ്വാപരം. ഈ അധപതനത്തിന് ശേഷവും ഭാരതം സമ്പൽ സമൃദ്ധം തന്നെയാണ്. അപ്പോഴും ഭാരതം സമ്പന്നായിരുന്നു. പക്ഷേ മുൻപുണ്ടായിരുന്ന സ്വർണിമയുഗത്തിൽ അല്ലെങ്കിൽ രജതയുഗത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തുമായി താരതമ്യം ചെയ്താൽ ഒന്നുമില്ലാത്ത അവസ്ഥ എന്നേ പറയാൻ കഴിയും. അതേസമയം ആചാരങ്ങൾ കഠിനമാക്കാനും തുടങ്ങി. വിദേശ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നത് ഈ സമയത്താണ്, ദ്വാപരത്തിൽ. സമകാലിക സംഭവങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലെത്തുകയാണ് അപ്പോൾ ഭാരതം. അപ്പോഴും സമ്പന്നമായിരുന്നു ഭാരതം. അതുകൊണ്ടാണ് അനേക വിദേശ ശക്തികൾ വന്ന് കൊള്ളയടിച്ചത്.
മതപരമായ ചടങ്ങുകൾ വളരെ ആർഭാടപൂർവ്വം നിർവഹിച്ച് തങ്ങളുടെ പഴയ പ്രൗഢിയെ നിലനിർത്താനുള്ള വൃഥാശ്രമവും ഇക്കാലത്ത് തന്നെയാണ് തുടങ്ങിയത്. ആഘോഷങ്ങൾ, ആചാരങ്ങൾ അനുഷ്ഠിച്ച് പ്രൗഢി കാണിക്കാൻ തുടങ്ങി. പുതിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നുമില്ല. ഈ സമയത്ത് ആരംഭിക്കുന്ന സന്യാസധർമ്മം ഭാരതത്തിൻ്റെ പരമ്പരാഗതമായ പവിത്രതയുടെ മഹത്വം നിലനിർത്തിക്കൊണ്ടുപോയി. അപ്പോഴേക്കും സന്യാസധർമ്മം ശങ്കരാചാര്യരോടുകൂടി ഉയർന്നു വന്നു. പവിത്രതയ്ക്ക്, ബ്രഹ്മചര്യത്തിന് മഹത്വം അദ്ദേഹം വീണ്ടും ലോകത്തിനോട് വിളിച്ചു പറയാൻ തുടങ്ങി. വേദം, ശാസ്ത്രം തുടങ്ങിയവ മനുഷ്യ മനസ്സിന് ശരിയായ ജീവിതചര്യകളുടെയും സാത്വിക ആഹാരത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും അറിവ് നൽകാൻ തുടങ്ങി. വേദങ്ങളിലൂടെ, മറ്റ് ശാസ്ത്രങ്ങളിലൂടെ. എന്നാൽ ഈശ്വരനെ പറ്റിയുള്ള ശരിയായ അറിവ് നഷ്ടപ്പെട്ടിരുന്നതിനാൽ ഭാരതം അധപ്പതിക്കാൻ ആരംഭിച്ചു. ഈ അറിവൊക്കെ കിട്ടിയിട്ടും പ്രപഞ്ച നാടകത്തിലെ പ്രമുഖ സ്ഥാനങ്ങൾ മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അടുത്ത പാർട്ടധാരികൾ, രജതയുഗം അവസാനിച്ചപ്പോഴുണ്ടായ വിനാശത്തിൽ ഭൂഖണ്ഡങ്ങൾ ചിതറി മാറിയിരുന്നു. പല ജനവർഗങ്ങളുണ്ടായി. അതുവരെ ഒന്നായിരുന്നല്ലോ. സത്യത്രേതേകത്തിൽ ഒരു ഭൂഖണ്ഡം അല്ലേ, അവിടെ ദേവീ ദേവതാ സംസ്കാരത്തിൽപ്പെട്ട ഒരേ ജനത. പക്ഷെ വിനാശത്തിന് ശേഷം പല ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ ചിന്നിച്ചിതറി താമസിക്കാൻ തുടങ്ങി. വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിൽ ചിതറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? പൊതുവെ സംസ്കാരങ്ങളിലും ജീവിതശൈലികളിലും വിശ്വാസങ്ങളിലും എല്ലാം വ്യത്യാസം വരാൻ തുടങ്ങി. പല ജനവർഗങ്ങളുണ്ടായി. സമുദ്രാന്തർഭാഗത്ത് നിന്ന് കടൽ വഴിമാറി ഓരോ ഭൂഖണ്ഡം, വടക്കേ അമേരിക്ക അങ്ങനെ പതുക്കെ ഉയർന്നു. ഭാരതത്തിൽ നിന്ന് ജനങ്ങൾ അവിടെ പോയി താമസിക്കാൻ തുടങ്ങി. ഇവിടെ ഉണ്ടായിരുന്നവർ അവിടേക്ക് പോയി. എബ്രഹാം പ്രവാചകൻ്റെ ജനനം ഈ സമയത്താണ് ഉണ്ടാകുന്നത്. എബ്രഹാം, ഇന്ത്യയിലെ ജനങ്ങൾ പല ദേവതകളെ ആരാധിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇന്ത്യയിൽ ദേവീദേവന്മാരുടെ പൂജ നടക്കുന്നത് കണ്ടു. ഇത് വളരെ തെറ്റാണെന്നും ഒരേയൊരു പരമപിതാവ് മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ധർമ്മസ്ഥാപകനാണല്ലോ. ഫ്രഷ് സോള് വരികയല്ലേ വീട്ടിൽ നിന്ന്. അപ്പോൾ ഒരേയൊരു പരമാത്മാവാണ് നമുക്കെല്ലാവർക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ആശയങ്ങളുമായി ആയുടെ തന്നെ രൂപം കൊണ്ട സമ്പത്ത് നിറഞ്ഞ ഒരു പടിഞ്ഞാറൻ രാജ്യത്തിൽ അദ്ദേഹം എത്തി. പുതിയ ഭൂഖണ്ഡത്തിൽ ജൂത സംസ്കാരവും ഇസ്ലാം ധർമ്മവും അങ്ങനെ സ്ഥാപിതമായി. ഇസ്ലാം ധർമ്മവും ജൂത സംസ്കാരവും. മെക്കയിൽ ശിവന് വേണ്ടി അദ്ദേഹം ഒരു ക്ഷേത്രം പണിതു. പരമാത്മാ ഒന്നേ ഉള്ളൂ. ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ പരമാത്മാവിനെ പ്രതിഷ്ഠ ചെയ്തു. ഈ ക്ഷേത്രത്തിൽ മുഹമ്മദ് പിൽക്കാലത്ത് ആരാധന നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി കനാൻ ദേശത്ത് അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു. ഈ കനാൻ ദേശം ജൂതന്മാരുടെ വാസസ്ഥാനമായി മാറി. ദേവതകൾക്ക് ഇലോഹിം എന്ന പേര് നൽകിയാണ് ആരാധന നടത്താൻ തുടങ്ങിയത്. ഈജിപ്ഷ്യൻ സംസ്കാരം, ഇത് ജൂത സംസ്കാരം, ഇസ്ലാം ധർമ്മം. അടുത്തത്, ഈജിപ്ഷ്യൻ സംസ്കാരം പരിശോധിച്ചാലും ദേവതാ സമ്പ്രദായം അനുവർത്തിച്ചു പോകുന്നതിൻ്റെ തെളിവുകൾ ലഭിക്കും. ഇതെല്ലാം എവിടുന്ന് തുടങ്ങിയതാ? ഭാരതത്തിൽ നിന്ന്. സൂര്യനിൽ നിന്ന് ജനിച്ച ഒരു പരമ്പരയായാണ് അവർ തങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് ഈജിപ്ഷ്യൻകാർ. മുകളിൽ ആകാശത്തൊരു പ്രകാശ കിരണം, അതിൻ്റെ അടയാളം എന്ന നിലയ്ക്കാണ് ഈജിപ്തിലെ പിരമിഡുകളെ ഉണ്ടാക്കിയിരുന്നത്.
ഗ്രീക്ക് നഗരങ്ങളുടെ പ്രാമുഖ്യവും ഈ സമയത്ത് തന്നെയാണ് തുടങ്ങിയത്. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം, പിന്നെ ഗ്രീക്ക് ചിന്തകന്മാർ സത്യത്തെ പറ്റിയുള്ള തങ്ങളുടെ ദർശനങ്ങളെ അവലോകനം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഭൂമിയിൽ ഒരു സമയത്ത് ദേവതകൾ തീർച്ചയായും ഭരിച്ചിരുന്നു എന്നവർ മനസ്സിലാക്കി. ഈ ഉന്നതരായ ദേവതകളെപ്പറ്റി പല കഥകൾ നെയ്തെടുക്കാനും ഒളിമ്പസ് ദേവതകൾ എന്ന പേര് നൽകി ആരാധിക്കുവാനും തുടങ്ങി. ആത്മാവിനെ, പ്രപഞ്ചത്തെ, ഈശ്വരനെ പറ്റി എല്ലാം ഗ്രീക്ക് തത്വജ്ഞാനികൾ വളരെയധികം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. ആത്മ, പരമാത്മ, പ്രപഞ്ചം. ചിലത് അങ്ങേയറ്റം ശരിയും ചിലത് സത്യത്തിൽ നിന്ന് വളരെ ദൂരെയുമായിരുന്നു. പവിത്രതയുടെ മൂല്യവും അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ പ്ലേറ്റോയുടെ കാലമെത്തിയപ്പോൾ അപൂർവമായി മാത്രം ജനിക്കുന്ന ഒരു ജ്ഞാനിക്ക് മാത്രമേ ഈ പവിത്രത നിലനിർത്താനാകൂ എന്ന ചിന്താഗതിയെ. ബാക്കി നമുക്ക് നാളെ വായിക്കാം. അതിനുശേഷം അന്യധർമ്മങ്ങളുടെ ഓരോരുത്തരുടെയും ദ്വാപരയുഗത്തിൽ, പിന്നെ കലിയുഗം, ഈ കാലഘട്ടത്തെക്കുറിച്ച് ജഗദീഷ് ഭായിജി എങ്ങനെയാണ് ആ പടിയിറക്കം, അനേക ധർമ്മങ്ങളുടെ ആവിർഭാവം, ഒപ്പം ദേവതാധർമ്മത്തിൻ്റെ കലകൾ നമ്മുടെ എങ്ങനെ കുറഞ്ഞു വന്നു, അതേസമയം മറ്റ് ധർമ്മങ്ങളൊക്കെ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു, ആ അറിവും കൂടി കാലചക്രത്തിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരികയാണ്. ഓം ശാന്തി. बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बरसा दो खुशियाँ, ओ बरसा दो खुशियाँ, दुआरे दुआरे आ जाओ ब्रह्मा बाबा हमारे। आना ही होगा, आना ही होगा, आना ही होगा। करता प्रतीक्षा संसार सारा, स्वीकारो बाबा निमंत्रण हमारा। करता प्रतीक्षा संसार सारा, स्वीकारो बाबा निमंत्रण हमारा। आओ बुलाते हो, तुमको बुलाते बच्चे तुम्हारे। आ जाओ ब्रह्मा बाबा हमारे।